ഹായ് ഡോക്ടേഴ്സ്, ഞാൻ ഡോക്ടർ നസ്ലി ESIC ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. കേരള PSCയുടെ അസിസ്റ്റൻറ്റ് സർജൻ അല്ലെങ്കിൽ കാഷ്വാലിറ്റി മെഡിക്കൽ ഓഫീസറിനെ കുറിച്ചുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അടങ്ങുന്ന വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണിത്. ഫസ്റ്റ് വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൽ ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ, സിലബസ്, ഹൗ ടു അപ്ലൈ, ഹൗ ടു പ്രിപ്പയർ എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ലാസ്റ്റ് ഡേറ്റ് ടു അപ്ലൈ ഫോർ ദ നോട്ടിഫിക്കേഷൻ 3rd September 2025 ആണ്. ഫൈനൽ ഇയർ കഴിഞ്ഞ സ്റ്റുഡൻസിനും ഹൗസ് സർജൻസി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ഇത് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് വലിയ ധാരണ ഉണ്ടാവില്ല. അവർക്ക് വേണ്ടിയുള്ള സ്ലൈഡാണിത്. കേരള PSCയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ ഓറഞ്ച് ടാബ് കാണാം, 1 time രജിസ്ട്രേഷൻ എന്നും പറഞ്ഞ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കായിട്ടൊരു യൂസർ നെയിമും പാസ്വേഡും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. അത് നോട്ട് ചെയ്യുക. കേരള തുളസി PSC ലോഗിൻ എന്ന വെബ്സൈറ്റിൽ ചെന്നിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ റീസെൻ്റായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ 6 monthsനുള്ളിൽ എടുത്ത് ഫോട്ടോ അപ്ലോഡ് ചെയ്യുക. ശേഷം നിങ്ങളുടെ മൈ പ്രൊഫൈൽ ടാബിൽ ചെന്നിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ ഡീറ്റെയിൽസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യുക. നിങ്ങളുടെ എഡ്യൂക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, കമ്മ്യൂണിക്കേഷൻ, അങ്ങനെ നിങ്ങൾ എന്തെങ്കിലും SPC, സ്കൗട്ട് അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസിൽ ഉൾപ്പെട്ടവരാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ്, അങ്ങനെ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. പ്രിഫറബിളി ലാപ്പ് യൂസ് ചെയ്ത് തന്നെ ഫില്ല് ചെയ്യുക. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ റിസർവേഷൻ കാറ്റഗറിയിൽ പെട്ട ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിസർവേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾ അതിനകത്ത് ഫില്ല് ചെയ്യണം, കറക്റ്റായിട്ട് ഫില്ല് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ വെയിറ്റേജ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്ന ആ ടാബ് വളരെ നീറ്റായിട്ടും കറക്റ്റായിട്ടും ഫില്ല് ചെയ്തിരിക്കണം. എന്നിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻസിൽ പോവുക, ഹോം പേജ് എടുക്കുക, നോട്ടിഫിക്കേഷൻസിൽ പോവുക. നോട്ടിഫിക്കേഷനിൽ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് എന്ന ഹെഡിങ്ങിന് താഴെ നമ്മുടെ നോട്ടിഫിക്കേഷൻ കാണാം. അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം വീണ്ടും ഹോം പേജിൽ വന്നിട്ട് മൈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ കയ്യിൽ സൂക്ഷിക്കുക. ഇതാണ് പ്രൊസീജിയർ ഫോർ ആപ്ലിക്കേഷൻ. ഇനി സിലബസ് പറഞ്ഞാൽ 11 modules ആണ് സിലബസിൽ. എല്ലാ സബ്ജക്ട്സും ഉണ്ട്. അതിൽ മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ജനറൽ മെഡിസിൻ 20 മാർക്ക്, OBG 14 മാർക്ക്, സർജറി 14 മാർക്സ്, കമ്മ്യൂണിറ്റി മെഡിസിൻ 14 മാർക്സ്, പീഡിയാട്രിക്സ് 12 മാർക്സ്, അനസ്തീഷ്യ ഓർ ക്രിട്ടിക്കൽ കെയർ ഓർ ഫോറൻസിക് ഓർ PMR 6 മാർക്സ്, ഓർത്തോപീഡിക്സ് 4 മാർക്സ്, ENT 4 മാർക്സ്, ഒഫ്താൽമോളജി 4 മാർക്സ്, ഡെർമറ്റോളജി 4 മാർക്സ്, സൈക്കാട്രി 4 മാർക്സ്. ഇതാണ് ഒരു ഷോർട്ട് സിലബസ്. ഡീറ്റെയിൽഡ് സിലബസ് വേണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോസിൽ വരുന്നുണ്ട്. ഇനിയും എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നവരായിരിക്കും. വർക്കിംഗ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനാണെങ്കിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ് GP ഗൈഡ്സ്. നമ്മുടെ ഒരു കൂട്ടം ഡോക്ടേഴ്സ് തന്നെ ഡെവലപ്പ് ചെയ്തൊരു പ്ലാറ്റ്ഫോമാണ്. മോക്ക് ടെസ്റ്റുകളും ക്ലാസ്സസും ഒക്കെ തന്നെ അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. കറസ്പോണ്ടിങ് നല്ല ഫാക്കൽറ്റീസും ആണ് ക്ലാസ് എടുക്കുന്നത്. റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സാണ് GP ഗൈഡ്സ്. അല്ലെങ്കിൽ ഫൈനൽ ഇയർ ഹൗസ് സർജൻസി ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾ നീറ്റ് PG ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു സോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. പിന്നെ അത്രയും വാസ്റ്റ് അല്ല, നീറ്റ് PGയുടെ അത്രയും വാസ്റ്റ് അല്ല കേരള PSCയുടെ സിലബസ് എന്നുള്ളത് മാത്രം മനസ്സിൽ വെക്കുക. ഇനിയും സിലബസ് അടിസ്ഥാനമാക്കി കുറച്ച് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് കുറച്ച് വീഡിയോസ് ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. വിൽ മീറ്റ് ഇൻ നെക്സ്റ്റ് വീഡിയോ.